ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വായ്പുണ്ണിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അവയുടെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എന്തൊക്കെയാണ് വായ്പുണ്ണിൻ്റെ കാരണങ്ങളെന്ന് ആദ്യം നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് വിറ്റാമിൻ ഡെഫിഷ്യൻസി തന്നെയാണ്. ഇത് വിറ്റാമിൻ സി, B12, ഫോളേറ്റ് ഇതുപോലുള്ള വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്കിതുപോലെ വായ്പുണ്ണ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റിൽ അല്ലെങ്കിൽ ആഹാരത്തിൽ ഇതുപോലെ വിറ്റാമിൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുമൊക്കെ ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ വായ് നന്നായിട്ട് ശുദ്ധിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസിലും സാധാരണ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അസിഡിറ്റി ഇതുപോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് വായ്പുണ്ണ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അസിഡിറ്റിയൊക്കെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ അധികം എരി, പുളി, ഉപ്പ് ഇതുപോലുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസീസസ് കണക്ക് SLE കണക്കുള്ള ഡിസീസസിലും നമുക്ക് സാധാരണയായിട്ട് വായ്പുണ്ണ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഹോം റെമഡീസിനെ കുറിച്ച് നോക്കാം. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് തേൻ നമ്മൾ ഉപയോഗിച്ച് വായിൽ കൊള്ളുക എന്നുള്ളതാണ് ഫസ്റ്റ് റെമഡി. അതായത് തേൻ നന്നായിട്ട് നമ്മൾ വായിക്കൊണ്ട് നിർത്തുക. അത് ഒരു 10-15 മിനിറ്റോളം വായിക്കൊണ്ട് നിർത്തിയതിന് ശേഷം നമുക്കത് തുപ്പിക്കളയാവുന്നതാണ്. ഇത് നമ്മുടെ പുണ്ണിനെ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഉണങ്ങാനായിട്ട് സഹായിക്കുന്നതാണ് ഈ തേനിൻ്റെ ഇതുപോലെ വായിക്കൊണ്ട് നിർത്തുന്നത്. ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കരിങ്ങാലി വെള്ളത്തിൻ്റെ ഡെക്കോസിഷൻ അല്ലെങ്കിൽ കഷായം, കരിങ്ങാലിയുടെ വെള്ളം നമ്മൾ 1 സ്പൂൺ കരിങ്ങാലിയുടെ പൗഡർ എടുത്തതിന് ശേഷം 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 2 ഗ്ലാസ്സാക്കി വറ്റിച്ച് ഇതിൽ നമുക്ക് നമുക്ക് ഒരു കഷായം കണക്കുണ്ടാക്കിയതിന് ശേഷം അത് വായിക്കൊണ്ട് നിർത്തിയിട്ട് തുപ്പിക്കളയുന്നതും ഇതുപോലെ നമുക്ക് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. വായ്പുണ്ണ് പെട്ടെന്ന് ഹീലാവാനായിട്ട് അല്ലെങ്കിൽ ഉണങ്ങാനായിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള ഹോം റെമഡീസ്. അതുപോലെ തന്നെ നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയായാലും അതുപോലെ തന്നെ ത്രിഫല ചൂർണ്ണമായാലും ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ അതും നമുക്ക് ചൂടുവെള്ളത്തിലായാലും ഇതുപോലെ പൊടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിന് ഒരു കഷായ ഫോമിലാക്കിയതിന് ശേഷം വായിൽ കൊണ്ട് നിർത്തുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ത്രിഫലയുടെ പൊടിയൊക്കെ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഈ വായ്പുണ്ണ് ഹീലാവാനായിട്ടുള്ള മെഡിസിൻസ് ആയിട്ട് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുക. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഈ പെട്ടെന്ന് വരുന്ന ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഈ വിറ്റാമിൻ സി ചേർന്നിട്ടുള്ള പേരയ്ക്ക, പപ്പായ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ തന്നെ അധികം പുളിയുള്ളതും എരിയുള്ളതും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ പുണ്ണിന് സോൾട്ടായിട്ടുള്ളതും ഉപ്പ് ഉള്ളതുമൊക്കെ നമ്മുടെ ഈ പുണ്ണിനെ വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നതായിട്ടുണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൈരിൻ്റെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഡെയിലി ഒരു കപ്പ് തൈരെങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ അത് പ്രോബയോട്ടിക്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ തൈരിന് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് വിറ്റാമിൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ടും തൈരിന് സാധിക്കുന്നതുകൊണ്ട് നമ്മൾ തൈര് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഡയറ്റിൽ. അതുപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങ ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുക. അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് ചുമ്മാ കഴിക്കാവുന്നതാണ്. കറുത്ത മുന്തിരിങ്ങ, ഡേറ്റ്സ് ഇതെല്ലാം അയൺ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് മൗത്ത് അൾസേഴ്സ് കുറഞ്ഞു നിൽക്കാനും സഹായിക്കുന്നതാണ് ഇതുപോലുള്ള ഡയറ്റ്. അതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട്, ബ്രോക്കോളി ഇതുപോലുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫുഡിലൂടെ തന്നെ, അതായത് നമ്മുടെ ആഹാരത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുത്തുന്നതിലൂടെ തന്നെ നമുക്ക് അസിഡിറ്റി ആയാലും അതുപോലെ തന്നെ മൗത്ത് അൾസേഴ്സ് ആയാലും ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഓറൽ ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ എന്നും മൗത്ത് നന്നായിട്ട് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്രഷിൻ്റെ മൂർത്ത ഭാഗങ്ങളൊന്നും അവിടെ ആ അൾസറിൽ ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് കൂടുതൽ മുറിയാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് അതിൻ്റെ കൂർത്ത ഭാഗങ്ങളൊന്നും അവിടെ അൾസറിൽ ടച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക.
ബ്രഷ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നാക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഓറൽ ഹൈജീൻ നമ്മൾ നിലനിർത്തുന്നതും നമ്മുടെ അൾസേഴ്സ് മാറിക്കിട്ടാൻ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്.